വി.ഡി. സതീശൻ എന്തോ വലിയ കാര്യം ചെയ്തു എന്ന് പറഞ്ഞ പോലെ വലിയ കാര്യമായിട്ട് എനിക്കതിനെ തോന്നാത്തതിൻ്റെ ഒരു കാരണം സസ്പെൻഷൻ്റെ കാലാവധി ഡിക്ലെയർ ചെയ്തിട്ടില്ല. എപ്പോൾ വേണമെങ്കിലും അയാൾക്ക് തിരിച്ചു വരാം. ആ തിരിച്ചു വരാനുള്ള വഴിയൊരുക്കാനായി പാലക്കാട്ട് ഒരു സംഘാടക സമിതിയൊക്കെ രൂപീകരിക്കാനായിട്ടുള്ള നീക്കങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന സൂചനകൾ കൂടി പുറത്തു വരുമ്പോൾ ഒരു കാലാവധി പറഞ്ഞിട്ടില്ലാത്ത ഒരു സസ്പെൻഷൻ മുൻനിർത്തിക്കൊണ്ട് ധീരമായ വൻ നടപടിയെടുത്തു എന്നൊന്നും ഞാൻ എന്തായാലും കരുതുന്നില്ല. ഇപ്പോഴും അയാൾ ശക്തനല്ല എങ്കിൽ അയാൾക്ക് വേണ്ടി ഈ വെട്ടുക്കിളിക്കൂട്ടം ഇങ്ങനെ ഇറങ്ങി ആർത്തിരമ്പി നടക്കേണ്ട കാര്യമില്ലല്ലോ. കാണുന്നതെല്ലാം കൊത്തിപ്പറിക്കുകയാണ്. വിളവേതാണ് പതിരേതാണ് എന്നറിയാതെ എല്ലായിടത്തും പോയി കൊത്തിപ്പറിക്കുന്ന ഒരു വെട്ടുക്കിളിക്കൂട്ടത്തെ തുറന്നു വിട്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവർക്ക് സത്യം എന്താണ്, കള്ളം എന്താണ് എന്നൊന്നും അറിയണ്ട. കാണുന്നതെല്ലാം കൊത്തിപ്പെറുക്കിക്കൊണ്ട് അവിടെയും ഇവിടെയുമായി ഇങ്ങനെ ഇട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. ആ ഒരു ഛർദിലാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നതാണ് ഈ വിഷയത്തിലെ എൻ്റെ അഭിപ്രായം. ഇവിടെ വിദ്വേഷ പ്രചാരണമാണ് അവരുടെ പ്രധാനപ്പെട്ട ഒരായുധം. അത് അവർ കാലാകാലങ്ങളായി ചെയ്തു വരുന്നതാണ്. ഇവിടെ അതിന് കൃത്യമായി ഒരു സംഘടിത സ്വഭാവം കൈവന്നിരിക്കുന്നു. അത് കോൺഗ്രസിലെ മുഴുവൻ ആളുകളും ഏറ്റെടുക്കുന്നില്ലെന്നേ നമ്മൾ കൃത്യമായി നോക്കിയാൽ മനസ്സിലാക്കാം. കോൺഗ്രസിലെ മുഴുവൻ ആളുകൾ ഏറ്റെടുക്കുന്നില്ല. കൃത്യമായി ഇവർക്കൊപ്പം നിൽക്കുന്ന ആളുകൾ ആരാണ്? രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്ത കാര്യങ്ങൾ തെറ്റാണെന്ന് പറയുമ്പോഴും ഇരയ്ക്കൊപ്പവും വേട്ടക്കാരനൊപ്പവും ഒരേപോലെ നിൽക്കുന്ന കുറേ പോയി മുഖങ്ങളെ തുറന്നു കാട്ടുന്നതിന് ഈ അവസരം എന്തായാലും ഉപയോഗപ്പെടുത്താൻ മലയാളികൾക്ക് കഴിയും എന്നുള്ളതാണ് ഈ വിഷയത്തിൻ്റെ ഒരു പോസിറ്റീവ് സൈഡായിട്ട്. നമ്മൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ക്രിമിനൽ ആക്ടിവിറ്റിയാണ്, തിന്മയാണ്. അതിൽ കുറച്ച് ഓണമൊക്കെ അല്ലേ, കുറച്ച് നന്മയെക്കുറിച്ച് നമുക്ക് പറയാം. അപ്പോൾ ഇതിനകത്തെ നന്മയായിട്ട് ഞാൻ കാണുന്നത് എന്തായാലും ഈ കൂട്ടരുടെയൊക്കെ യഥാർത്ഥ സ്വഭാവം എന്താണ് എന്നത് നല്ല നിലാവ് പോലെ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുകയാണ്.